ഞാൻ മറ്റൊരു വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നല്ലൊരു വൈൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മുന്തിരിയാണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഈ മുന്തിരിയാണ് എടുത്തേക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ മുന്തിരിയിൽ ഞാൻ ഏകദേശം 1 ലിറ്റർ വെള്ളവും ഒരു 2 കിലോ പഞ്ചസാര, 3 കിലോ മുന്തിരിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 കിലോ മുന്തിരിയിലേക്ക് ഞാൻ 2 കിലോ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്, 1 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു 2-3 ഏലക്കയും കൂടി ആഡ് ചെയ്ത് സ്പൂണിന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ നമ്മൾ ഒന്ന് ഉടച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതേ കണ്ടില്ലേ, നമുക്ക് കൂടുതൽ ഐറ്റംസ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കാണിച്ചിട്ട് കേട്ടോ. ഗ്രാമ്പു ആണ് എടുത്തേക്കുന്നത്, കാണാവോ. ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി, പട്ട, പിന്നെന്താ ഈസ്റ്റ്, പിന്നെ ഗോതമ്പ്. ഇത്രയുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. കാര്യം നേരത്തെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. തിളപ്പിച്ചാറ്റി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കൂടാതെ 2-3 ഏലക്കായും ഒക്കെ ചേർത്താണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇത്രയും ഐറ്റംസും കൂടി ചേർക്കണം. ഏതാണ് കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇഞ്ചി, ഇത്രയും സാധനങ്ങളും കൂടി, അതായത് ഇഞ്ചിയും കൂടാതെ ഇത് കണ്ടില്ലേ, ഈസ്റ്റും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഭരണി കണ്ടില്ലേ, ഭരണിയല്ലല്ലോ, കുപ്പിയല്ലേ, ഇത് കണ്ടില്ലേ, ഈ കുപ്പിയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതങ്ങോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം കുറച്ച്. ഇതിൽ കുറച്ച് ഞാൻ ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ആഡ് ചെയ്യട്ടെ. അപ്പം നമ്മൾ എടുത്ത് വെച്ചേക്കണ ഇഞ്ചി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ കണ്ടില്ലേ, കുറച്ച് കുരുമുളക്, കണ്ടില്ലേ, കുരുമുളകാണ് ഇടുന്നത് കേട്ടോ. കുരുമുളക് ഇടുന്നുണ്ട്, പിന്നെ ഇതിടുന്നുണ്ട്, പിന്നെ കുറച്ച് പട്ട, കണ്ടില്ലേ, പട്ടയാണ് കേട്ടോ. പട്ട ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, വൈനയിലയുടെ ഇതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്ക ഇത്രയും നമ്മളിട്ട്, കൂടാതെ കുറച്ച് ഈസ്റ്റും കൂടി ഇടുകയാണ് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് ഈസ്റ്റും കൂടി ഞാൻ ഇടുന്നുണ്ട്. കണ്ടില്ലേ, ഇത് ഇത്രയും ഇട്ട് ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കുക. കണ്ടില്ലേ, ഇത്രയും ഒന്ന് ഇളക്കി ശേഷം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് ആഡ് ചെയ്യണ്ടേ. ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പം ഇത് ചേർത്ത് എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ. ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇഞ്ചി, ഈസ്റ്റ്, ഷുഗർ, പിന്നെന്താ വെള്ളം. ഇത്രയും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മളത് നല്ല രീതിയിൽ അടച്ച് സെറ്റാക്കുക. എന്നിട്ട് വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ച് നമ്മളിതിൻ്റെ മുകൾ ഭാഗം നല്ല രീതിയിൽ കവർ ചെയ്യുക. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് തുറന്നിട്ട് വീണ്ടും സ്പൂൺ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വെയിൽ തട്ടാത്ത ഭാഗത്തോട്ട് ഒക്കെയാണ് വെക്കാനുള്ളത് കേട്ടോ. ഒട്ടും വെയിലത് തട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക് 15 ദിവസം കഴിയുമ്പോൾ നമ്മളെ വൈൻ റെഡി. കണ്ടില്ലേ. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബായ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.